സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. കല്ലേറ് കൊണ്ടാലും കണ്ണേറ് കൊള്ളരുത് എന്നാണ് പഴമക്കാർ പറയാറ്. അസൂയ കൊണ്ട് മറ്റുള്ളവരുടെ നോട്ടം നമ്മുടെ നേരെ ഏൽക്കരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസൂയയോടെയുള്ള ഒരാളുടെ നോട്ടം വ്യക്തിക്കും വീടിനും സ്ഥാപനങ്ങൾക്കുമെല്ലാം ദോഷമാണ്. ഇതിനെ ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ് ദോഷമെന്നും പറയുന്നു. തൻ്റെ കുട്ടിക്ക് മറ്റുള്ളവരുടെ കണ്ണേറ് തട്ടരുത് എന്ന് കരുതിയാണ് അതിൻ്റെ അമ്മ കുട്ടിയുടെ കവിളത്ത് കൺമഷി ഉപയോഗിച്ച് പൊട്ടു തൊടുവിക്കുന്നത്. ചെറുതെങ്കിലും ഇത്തരം ദോഷ പരിഹാരങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അഗസ്ത്യമുനിയാണത്രേ കൺദൃഷ്ടി ദോഷത്തിൽ നിന്നും രക്ഷ നേടാൻ ശുഭദൃഷ്ടി ഗണപതി എന്ന മഹാശക്തിയെ സൃഷ്ടിച്ചത്. വിഷ്ണുവിൻ്റെ ശംഖുചക്രങ്ങളും ശിവൻ്റെ തൃക്കണ്ണുകളും പരാശക്തിയുടെ ത്രിശൂലവും സർവ്വദേവതകളുടെയും ആയുധജാലങ്ങളും ധരിച്ച് സിംഹം, മൂഷികൻ എന്നീ വാഹനങ്ങളോടുകൂടി ലക്ഷ്മി പ്രീതികമായ താമരപ്പൂവിൽ നിൽക്കുന്ന രീതിയിലാണ് ദൃഷ്ടി ഗണപതിയുടെ അവതാര രൂപം. ധ്യാന ശ്ലോകമനുസരിച്ച് കൃത്യമായ രീതിയിൽ തയ്യാറാക്കുന്ന ദൃഷ്ടി ഗണപതിയുടെ ചിത്രങ്ങൾ, മ്യൂറൽ ചിത്രങ്ങൾ, ശില്പങ്ങൾ എന്നിവ വീടുകൾ, ഫ്ലാറ്റുകൾ, വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുന്നത് ദൃഷ്ടി ദോഷങ്ങളില്ലാതാക്കി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ ഉത്തമമാണ്. ദൃഷ്ടി ദോഷത്തിനുള്ള മറ്റൊരു പരിഹാരം ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭസ്മം, എണ്ണ എന്നിവ ഉപയോഗിക്കുക. കടുക്, മുളക് എന്നിവ ഉഴിഞ്ഞിടുക. 108 ശിവപഞ്ചാക്ഷരി ഉരുവിട്ട് കറുത്ത ചരട് ജപിച്ച് കെട്ടുക എന്നിവയും പരിഹാരമാണ്. എന്ന് ലോകമുണ്ടായോ അന്നു മുതൽ നിലനിൽക്കുന്ന ഒന്നാണ് ദൃഷ്ടി. ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമാണിത്. ശത്രു ദോഷത്തിനുള്ള പരിഹാരം ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും യന്ത്രങ്ങൾ ധരിക്കുന്നതും പരിഹാരമാണ്. ഗ്രഹസ്ഥിതി മനസ്സിലാക്കി ഹോമങ്ങളും നടത്തേണ്ടതാണ്. കൈവിഷം മന്ത്രസംബന്ധമായ ആഹാര സാധനങ്ങൾ ഉള്ളിൽ നൽകുന്നതിനാണ് കൈവിഷം. വശ്യം, ലാഭം, അടിമപ്പെടുത്തൽ, ദ്രോഹം എന്നിവയ്ക്കാണിത് വഴി നൽകുന്നത്. ഇത്തരം കൈവിഷങ്ങൾക്കായി വിവിധ മന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. കൈവിഷത്തിനുള്ള പരിഹാരം പഞ്ചഗവ്യം, നീലകണ്ഠത്രയക്ഷരി, ആകർഷമന്ത്രം കൊണ്ട് ശക്തി വരുത്തി കഴിക്കണം. കദളിപ്പഴവും ജപിച്ചു നൽകാം. കരിങ്കണ്ണ് ചില വ്യക്തികൾ ചിലതിൽ നോക്കിയാൽ പോലും ആ വസ്തു തകരുമത്രേ. അത്തരക്കാരെ കരിങ്കണ്ണുള്ളവർ എന്ന് വിളിക്കാറുണ്ട്. നിർഭാഗ്യം കൊണ്ടുവരുന്നവരാണിവർ. നാവുദോഷം ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പുകഴ്ത്തി സംസാരിക്കുക, അഭിപ്രായങ്ങൾ പറയുക, സ്വയം പുകഴ്ത്തുക തുടങ്ങിയവ നാവുദോഷത്തിന് ഇട നൽകുമെന്ന് പറയുന്നു. ദൃഷ്ടിദോഷം സംഭവിച്ച ആളിനെക്കുറിച്ച് ചുവന്ന മുളകും ഉപ്പുപരലും കടുകും ഉപയോഗിച്ചൊഴിഞ്ഞ് അവ അടുപ്പിൽ നിക്ഷേപിക്കുക. ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ മുളക് കത്തിയാൽ പുകയുകയില്ല എന്നാണ് വിശ്വാസം. കൃത്യമായി ഉത്തരങ്ങൾ ലഭിക്കാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്ന ഒന്നാണ് ഇത്തരം കാര്യങ്ങൾ. ജ്യോതിശാസ്ത്രപരമായി ഇതിനെല്ലാം ചിലർ ഇപ്പോൾ നിർവചനങ്ങൾ നൽകുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.